സ്നേഹം അഭിനയിക്കുന്നവർക്ക് നഷ്ടമാകുന്നത് വെറുമൊരു വാക്ക് മാത്രമാണ്. പക്ഷേ അത് വിശ്വസിക്കുന്നവർക്ക് അവരുടെ ജീവിതവും. നമ്മൾ നേടിയ വിജയം ജീവിതത്തിലുടനീളം സന്തോഷം നൽകുമെന്ന് ഉറപ്പില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും മനസ്സിനെ സന്തോഷമായി വയ്ക്കണം. കാരണം സന്തോഷമുള്ള മനസ്സ് എപ്പോഴും നമ്മളെ വിജയത്തിലേക്ക് നയിക്കും. കൂടെ ചേർത്ത് നിർത്താൻ ആളുണ്ടായിട്ട് കാര്യമില്ല. കൂടെ ചേർന്ന് പോകുന്ന മനസ്സ് കൂടെ വേണം. അല്ലെങ്കിൽ എത്ര ചേർത്ത് നിർത്തിയാലും ഒറ്റപ്പെട്ട പോലെയാവും. കാരണം നമുക്ക് ഓരോ അവസരങ്ങൾ തരും, ചിലരെ മനസ്സിലാക്കാനും പഠിക്കുവാനും. സ്വന്തം തെറ്റുകുറ്റങ്ങൾ മറച്ചുവെച്ച് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന സമീപനം കാണിക്കുന്നവരുണ്ട്. എത്രയൊക്കെ മറച്ചു വെച്ചാലും എല്ലാ സത്യങ്ങളും പുറത്തേക്ക് വരുന്ന ഒരു കാലമുണ്ട്. അന്ന് മാത്രമേ മനസ്സിലാവൂ ചെയ്തു പോയ തെറ്റിൻ്റെ തീവ്രത. നമ്മുടെ പുഞ്ചിരിക്ക് പിന്നിലെ വേദനകൾ മനസ്സിലാക്കുവാനും നമ്മുടെ ദേഷ്യത്തിന് പിന്നിലെ സ്നേഹം തിരിച്ചറിയാനും നമ്മുടെ മൗനത്തിന് പിന്നിലെ കാരണം കണ്ടുപിടിക്കുവാനും സാധിക്കുന്നവരാണ് യഥാർത്ഥ കൂട്ടുകാരും ബന്ധുക്കളും. ജീവിതത്തിൽ നാം എത്ര വിട്ടുവീഴ്ച ചെയ്താലും അകലാൻ ഉള്ളതെല്ലാം അകലും. പക്ഷെ അടുക്കുവാൻ താല്പര്യമുള്ളവർ ഒരു വഴി കണ്ടെത്തി അടുത്തുകൊണ്ടേയിരിക്കും. അതാണ് യഥാർത്ഥ സ്നേഹം. ജീവിച്ചിരിക്കുമ്പോൾ കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കുന്നവർ മരണത്തിന് ശേഷം നന്മകൾ എണ്ണിപ്പറയും. പുച്ഛത്തോടെ മാത്രം നോക്കിയവരുടെ കണ്ണിൽ വെറുതെ നനവ് പൊടിയും. ജീവിച്ചിരിക്കുമ്പോൾ കയറി ചെല്ലാൻ മടിച്ചു മാറി നിന്ന വീട്ടിലേക്ക് മരണം അറിഞ്ഞാൽ കയറി ചെല്ലും. ജീവിച്ചിരിക്കുമ്പോൾ നൽകേണ്ട അംഗീകാരം മരണത്തിന് ശേഷം നൽകിയിട്ട് എന്ത് പ്രയോജനം? തുടക്കം അത് ഇന്നിൽ നിന്നാവണം. നാളെയാവുമ്പോൾ വീണ്ടും അത് നാളത്തേക്ക് മാറ്റപ്പെടും. ഒരു കാര്യം നടക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ മുൻപിൽ കാണുന്നതെല്ലാം സാധ്യതകളായിരിക്കും. മറിച്ചാണെങ്കിൽ എല്ലാം തടസ്സങ്ങളും. ഒരു വാക്കായാലും ഒരു ചെറു പുഞ്ചിരിയായാലും പിന്നീടാകട്ടെ എന്ന് കരുതി മാറ്റി വയ്ക്കാതിരിക്കുക. പിന്നീട് കൊടുക്കുവാൻ നമ്മളോ വാങ്ങിക്കുവാൻ അവരോ ഉണ്ടാകണമെന്നില്ല. നിങ്ങളുടെ മനസ്സ് എങ്ങനെയാണോ അതുപോലെയാണ് ലോകവും. അതിനാൽ എപ്പോഴും നല്ലതിനെക്കുറിച്ച് ക്രിയാത്മകമായി ചിന്തിക്കുക. ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് വിട്ടുകളയുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ ചേർത്ത് നിർത്താൻ പ്രയാസമുള്ള ഒന്നിനെക്കൊണ്ട് നടക്കുന്നത് അതിലും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മറ്റുള്ളവർ എന്ത് കരുതും എന്ന് വിചാരിച്ച് ജീവിക്കാതെ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ തന്നെ ജീവിക്കുക. നിങ്ങൾ നിങ്ങളായി തന്നെ ജീവിക്കുക. നമ്മുടെ മുന്നിൽ ഒരാൾ കരയുകയാണെങ്കിൽ അത് അയാൾ വിഷമത്തിൽ ആയതുകൊണ്ട് മാത്രമല്ല, അയാളുടെ സങ്കടങ്ങൾ നമ്മളെ അറിയിക്കുമ്പോൾ അയാൾക്ക് ആശ്വാസം ലഭിക്കുന്നതുകൊണ്ട് കൂടിയാണ്. മറ്റാരും ചെയ്തില്ലെങ്കിലും സ്വയം സ്നേഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും സ്വന്തം നേട്ടങ്ങളിൽ സ്വയം അനുമോദിക്കുകയും ചെയ്താൽ മുന്നോട്ടു പോകാനുള്ള ഊർജം നമുക്ക് ലഭിക്കും. നമ്മുടെ ജീവിതമാണ് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം. എന്താണ് നാളെ നമുക്ക് സംഭവിക്കുക എന്നറിയാതെയാണ് ഓരോ ദിവസവും നമ്മൾ തള്ളി നീക്കുന്നത്. പുറമേ നിന്ന് നോക്കുമ്പോൾ സന്തോഷവാന്മാർ ആണെങ്കിലും മിക്ക മനുഷ്യരും അവരുടെ പ്രശ്നങ്ങളുമായി മല്ലിടുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചുറ്റുമുള്ളവരെ അടുത്തറിയാൻ ശ്രമിക്കുക. ആളുകൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള തോന്നലുകൾ മാറ്റിയെടുക്കാൻ വേണ്ടി വെറുതെ സമയം നഷ്ടപ്പെടുത്തരുത്. നിങ്ങൾ ചെയ്യേണ്ടത് ശരിയായി ചെയ്യുക. ആരുടെയെങ്കിലും ഹൃദയത്തിലെ വേദന തുടച്ചു നീക്കാൻ നമ്മുടെ വാക്കിനോ പ്രവൃത്തിക്കോ കഴിയുമെങ്കിൽ അതിന് മടിക്കരുത്.